മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ സർക്കാർ വിദ്യാലയങ്ങളെ തകർക്കാന് വി.ഡി. സതീശന് സർക്കാർ നടത്തുന്നത് തന്ത്രപരമായ നീക്കമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സി.പി.ഐ.എം നേതാവുമായ വി. ശിവൻകുട്ടി. വിദ്യാർത്ഥികൾക്ക് പഠിക്കാന് സീറ്റില്ലെന്ന വ്യാജേന മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിനും സ്വാർത്ഥ താൽപര്യങ്ങൾക്കും വഴങ്ങി എയ്ഡഡ് സ്കൂളുകൾക്ക് അശാസ്ത്രീയമായി അധിക ബാച്ചുകൾ വാരിക്കോരി നൽകുകയാണെന്ന് വി. ശിവൻകുട്ടി ഫേസ്ബുക്കില് പങ്കുവച്ച കുറിപ്പില് പറഞ്ഞു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളില് നിന്ന് വൻതോതില് വിദ്യാർത്ഥികളെ ചോർന്നുപോകുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. മലബാർ മേഖലയില് പ്രത്യേകിച്ച് മലപ്പുറത്ത് 120ഓളം അധിക ബാച്ചുകൾ അനുവദിച്ചപ്പോൾ അതില് വെറും 12 എണ്ണം മാത്രമാണ് സർക്കാർ സ്കൂളുകൾക്ക് നൽകിയത്. ബാക്കി ഭൂരിഭാഗവും എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് നൽകി വ്യാപാരവൽക്കരണത്തിന് അവസരമൊരുക്കുകയാണ് സർക്കാർ ചെയ്തെന്ന് വി. ശിവൻകുട്ടി വിമർശിച്ചു. സ്കൂൾ പ്രവേശനത്തിന്റെ ആദ്യഘട്ടത്തില് തന്നെ സർക്കാർ സ്കൂളുകളിലെ ബാച്ചുകൾ നിറയ്ക്കാൻ നടപടിയെടുക്കാതെ എയ്ഡഡ് സ്കൂളുകളിലേക്ക് സ്പോട്ട് ട്രാൻസ്ഫറും മറ്റ് പ്രവേശനങ്ങളും അനുവദിച്ചതാണ് വിനയായത്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത് സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും തസ്തികകളെയും അധ്യാപകരുടെ ഭാവി തന്നെയും കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. താൽക്കാലിക ലാഭത്തിനും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിത്തറ തോണ്ടുന്ന തീരുമാനമാണിതെന്നും ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ട സർക്കാർ പൊതുവിദ്യാലയങ്ങളെ പട്ടിണിക്കിട്ട് എയ്ഡഡ് മേഖലയ്ക്ക് വഴിവിട്ട് സഹായം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. സർക്കാർ സ്കൂളുകളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഈ തീരുമാനത്തില് നിന്ന് സർക്കാർ അടിയന്തരമായി പിന്തിരിയണമെന്നും വി. ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പി.എം. ശ്രീയില് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്. സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടകൾക്ക് മുന്നില് യു.ഡി.എഫ് സർക്കാർ ഓച്ചാനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് യു.ഡി.എഫ് മുന്നണി യോഗത്തിലുണ്ടായതെന്ന് പിണറായി വിജയന് പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തി പി.എം. ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള യു.ഡി.എഫ് തീരുമാനം മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണെന്ന് പിണറായി വിജയന് ഫേസ്ബുക്കില് പങ്കുവച്ച കുറിപ്പില് പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറാന് കഴിയില്ലെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാദം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് ഏറ്റവും പുതിയ പാർലമെന്റ് രേഖകൾ തന്നെ തെളിയിക്കുന്നുവെന്നും പിണറായി വിജയന് പറഞ്ഞു. പി.എം. ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്മാറാമെന്നും അതിലൂടെ ആ പദ്ധതിയുടെ വിഹിതം മാത്രമാണ് നഷ്ടപ്പെടുകയെന്നും മുസ്ലിം ലീഗ് എം.പി. പി.വി. അബ്ദുൽ വഹാബിന്റെ രാജ്യസഭാ ചോദ്യത്തിന് കേന്ദ്രസഭാ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ വ്യക്തമായി മറുപടി നൽകിയിട്ടുണ്ട്. രാജ്യസഭയിലെ കോൺഗ്രസ് എം.പി. ജെ.ബി. മേത്തറിന്റെ മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയിലാണ് പി.എം. ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുകയോ അതിനായി 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. നിയമപരമായ യാതൊരു നിർബന്ധവുമില്ലാതിരുന്നിട്ടും പി.എം. ശ്രീ നടപ്പാക്കാന് യു.ഡി.എഫ് കാണിക്കുന്ന അമിതാവേശം സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താന് മാത്രമാണെന്നും പിണറായി വിജയന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം എൽ.ഡി.എഫ് സർക്കാർ ആർ.എസ്.എസിന്റെ വർഗീയ സിലബസിന് മുന്നില് മുട്ടുമടക്കാതെ കാത്തുസൂക്ഷിച്ച കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ യു.ഡി.എഫ് ഇപ്പോൾ ഒറ്റുകൊടുക്കുകയാണ്. ഈ വഞ്ചനാപരമായ നിലപാടിനെ തുറന്നുകാട്ടാന് കേരളീയ പൊതുസമൂഹം മുന്നോട്ടുവരണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.